ഏക സിവിൽ കോഡ് പ്രാവർത്തികമാക്കുകയാണ് സുവേന്ദു അധികാരി. ഉത്തരാഖണ്ഡിനും ആസാമിനും ശേഷം ഇതാ ബംഗാളിലേക്ക്. എന്തായിരിക്കും ഈ ഏക സിവിൽ കോഡ് വരുമ്പോൾ ബംഗാളിന്റെ മുഖം മാറുമോ? അല്ല, ഇതിന് പ്രധാനമായിട്ടും ഇപ്പോൾ ഏക സിവിൽ കോഡ് എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ ഇതുവരെയായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. ഉം. ഇതിന് കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള നെഹ്റു കുടുംബത്തിൻ്റെ സ്വഭാവമാണ്. കാരണം ബി ആർ അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ശില്പി. അദ്ദേഹം ഭരണഘടനയ്ക്കകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു നാടിനെ സംബന്ധിച്ച് നാടിൻ്റെ വികസനത്തിന് അനിവാര്യമായിരിക്കുന്ന കോമൺ സിവിൽ കോഡാണ്. അല്ലാണ്ട് ജാതി നോക്കി മതം നോക്കിയിട്ടല്ല സിവിൽ കോഡ് വേണ്ടത്. ഇപ്പം ഇവിടെ ഒരു ക്രിസ്ത്യാനി തെറ്റ് ചെയ്ത്, ഹിന്ദു തെറ്റ് ചെയ്ത്, മുസ്ലിം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജാതി നോക്കി മതം നോക്കി തെറ്റുകളും കുറ്റങ്ങളും എല്ലാം വിവരിക്കുന്നത് താരതമ്യേന അക്ഷന്തയുമായുള്ള അപരാധമാണത്. ഇത് നാടിന് വിരുദ്ധമാണത്. ഒരു നാട്ടിലെ ജനവിഭാഗങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള തട്ടുകളിലാക്കുന്നതാണ്. ഈ പ്രവർത്തനമാണ് കഴിഞ്ഞ 7 പതിറ്റാണ്ടായിട്ട് കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരുന്നത്. കോൺഗ്രസ്സുകാർ എങ്ങനെയായിരുന്നു എല്ലാ കാലത്തും? അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എങ്ങനെ കോൺഗ്രസിൻ്റെ, അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ മന്ത്രിസഭ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് BR അംബേദ്കർ എന്ന നിയമകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഹിന്ദു കോഡ് കൊണ്ടുവന്നത്. ആ ഹിന്ദു കോഡ് കൊണ്ടുവന്നതിൻ്റെ നെഹ്റു സർക്കാർ അനുവർത്തിച്ച നയത്തിന് എതിരായതിൻ്റെ പേരിൽ BR അംബേദ്കർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നുണ്ട്. ഇതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണത്. കാരണം ഇത് ഒരു മതം നോക്കിയല്ല സിവിൽ കോഡുകൾ തീരുമാനിക്കേണ്ടത്. കോഡുകൾ തീരുമാനിക്കേണ്ടത്, നിയമം സൃഷ്ടിക്കേണ്ടത് ജാതി നോക്കിയല്ല, വ്യക്തി നോക്കിയല്ല, ഒരു സമൂഹത്തെ നോക്കിയിട്ടായിരിക്കണം. ഈ നാടിൻ്റെ സുരക്ഷയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് കോൺഗ്രസ് എക്കാലത്ത് എതിരായിരുന്നു. അത് ഇന്ദിരാഗാന്ധി എതിരായിരുന്നു, അത് രാജീവ് ഗാന്ധി എതിരായിരുന്നു, അത് സോണിയാഗാന്ധി എതിരാണ്, അത് രാഹുൽ ഗാന്ധി എതിരാണ്, ഈ പറയുന്ന മൻമോഹൻ സിംഗ് എതിരായിരുന്നു, നരസിംഹറാവു എതിരായിരുന്നു. ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്കാലത്തും ചില മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്ന നയമാണ് ശരിക്കുണ്ടായത്. ആ മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്ന സമയത്താണ് അവിടെ കോമൺ സിവിൽ കോഡ് പാടില്ല. അതിലും എന്തോ വലിയൊരു അപരാധമാണ്. കാരണം എല്ലാവർക്കും ഒരേ നിയമം എങ്ങനെയാ പറ്റുക? കോമൺ സിവിൽ കോഡ് ചെയ്യേണ്ട എന്താ അർത്ഥം? ഏക നിയമമാണ് അതിനകത്ത് വരിക. ഒരു വ്യക്തി തെറ്റ് ചെയ്യുന്ന ആരെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് ഒരേ തരത്തിൽ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള നിയമ പരിപാടികൾ അത്തരത്തിലാണ്. ഇത് ബോധ്യം വരാതെ കണ്ട് മുസ്ലിം ജനസമൂഹത്തിന് പ്രത്യേക നിയമം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ രാജീവ് ഗാന്ധിയാണ് 1986 ഷബാനുവിൻ്റെ കേസിനകത്ത്, ആ ഷബാനു കേസിനകത്ത് ഇത് കൊണ്ടുവന്ന് രാജീവ് ഗാന്ധിയാണ്. ആ രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞത് മുസ്ലിം സ്ത്രീ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവനാംശം കൊടുക്കാൻ ഉപേക്ഷിക്കുന്നവർക്ക് ബാധ്യതയില്ല. മറിച്ച് ആർക്കാ ബാധ്യത? ആ സർക്കാരിൻ്റെ ബാധ്യതയാണ്. ഇയാളുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന മാതിരിയാണ്. ഇയാൾ ജീവനാംശം കൊടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പണം എടുത്ത് ഇയാൾ കൊടുത്തത്. ആ തരത്തിൽ രാജ്യദ്രോഹപരമായിരിക്കുന്ന പ്രവർത്തനം അത് കോൺഗ്രസ്സുകാർ വ്യാപകമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളതാണ്. ഇപ്പം കോമൺ സിവിൽ കോഡ് വരുന്ന സമയത്ത് മുസ്ലിം സ്ത്രീയല്ല, ഹിന്ദു സ്ത്രീയല്ല, ക്രൈസ്തവ സ്ത്രീയല്ല, ഒരു സ്ത്രീയെയും ഉപേക്ഷിക്കുവാനുള്ള അവകാശം, കേവല അവകാശം പുരുഷനില്ല. അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് ജീവനാംശം കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ഇത് ജീവനാംശം കൊടുക്കൂല. ഞങ്ങൾ ഇഷ്ടം പോലെ അവർ ഭാര്യയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് മുത്തലാഖ് ചെല്ലും. ഈ പറയുന്ന പരിപാടിയൊന്നും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കില്ല. അത് തന്നെയാണ് ബംഗാളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ ഭൂരിപക്ഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശികളും ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ആളുകളൊക്കെ പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീഅത്ത് നിയമം വേണം, ഞങ്ങൾ കോമൺ സിവിൽ കോഡിനെ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് പ്രത്യേകമായുള്ള നിയമം വേണം, ഞങ്ങൾക്ക് പ്രത്യേകമായുള്ള സംവരണം വേണം, ഞങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടണം, മറ്റുള്ള ഹിന്ദുക്കളിൽ നിന്ന് ആനുകൂല്യങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾക്ക് തരണം. എവിടുത്തെ ന്യായം? അത് അല്പം ന്യായം വേണ്ട ഇക്കാര്യത്തിൽ. ഇത് അന്യായമാണ് എന്നാണ് സുവേന്ദു അധികാരി പറയുന്നത്. സുവേന്ദു അധികാരി പറയുന്നത് ബംഗാളിൽ താമസിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവർക്കും ഒരേ നിയമം വേണം. ഇപ്പം ഇവിടെ മുസ്ലിമിനെ സംബന്ധിച്ച് ശരീഅത്ത് നിയമം വേണമെന്ന് പറയുന്നത്, അത് സിവിൽ നിയമങ്ങൾ മാത്രമേ പറയുക എന്ന് ഞാൻ വേറൊന്ന് പറയട്ടെ. ക്രിമിനൽ നിയമത്തിൽ അതിന് ഇവരൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യട്ടെ. എല്ലാ മുസ്ലിങ്ങളെ സംബന്ധിച്ച് കൈക്കൂലി വാങ്ങിക്കുന്ന മുസ്ലിമിൻ്റെ കൈവെട്ടിക്കളയുക, അല്ലെങ്കിൽ വ്യഭിചരിക്കുന്ന മുസ്ലിമിൻ്റെ ലിംഗം ഛേദിച്ച് കളയുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ശരീഅത്ത് നിയമമാണെങ്കിൽ കേരളത്തിൽ അടങ്ങുന്ന സ്ഥലങ്ങളിൽ എത്ര മുസ്ലിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം ശരീഅത്ത് നിയമം കേവലം സിവിൽ നിയമത്തിൽ മാത്രം വേണമെന്ന് പറയുന്നത് സ്വത്തുക്കൾ അടിച്ചു മാറ്റാനുള്ള നയത്തിൻ്റെ ഭാഗമാണ്. ഇതൊരു പുരുഷാധിപത്യത്തിൻ്റെ ലക്ഷണമാണ്. സ്ത്രീകളെ കൺസിഡർ ചെയ്യാതിരിക്കുന്നതാണ്. ഇപ്പം മുസ്ലിങ്ങളുടെ ഭാഗം വയ്ക്കുന്ന സമയത്ത് ആർക്കാ ഭാഗം കിട്ടുക? എവിടെയാണ് സ്ത്രീകൾക്ക് കിട്ടുന്നത്? മറിച്ച് ആർക്കാ കിട്ടുന്നത്? പുരുഷനല്ലേ കിട്ടുക. ഒരു കുടുംബത്തിൽ തുല്യമായിട്ട് പങ്കുവയ്ക്കുന്ന സമയത്ത് തുല്യമായിട്ടാണല്ലോ പങ്കുവയ്ക്കുന്നത്. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ സ്വത്തുക്കൾ ഭർത്താവിൻ്റെ ബന്ധുക്കൾക്ക് പോകുന്ന എവിടത്തെ നിയമമാണത്?
ഇത് പ്രാകൃതമായുള്ള നിയമമാണ്. കോമൺ സിവിൽ കോഡിന് പറയുന്നത് മുസ്ലിം സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ആ സ്വത്തിലെ അവകാശം സ്ത്രീക്കാണ് അവകാശം, അല്ലാണ്ട് ഭർത്താവിൻ്റെ അനിയനൊന്നുമല്ല. ഇത് തോന്നിവാസമാണത്, ഇത് പ്രാകൃതമാണത്, ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യങ്ങളാണ് കോമൺ സിവിൽ കോഡിൽ വരുന്നത്. ഇതാണ് സുവേന്ദു അധികാരി പറയുന്നത്. ഇത് സാധാരണക്കാരായിരിക്കുന്ന പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് പ്രയോജനപ്രദമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെ ഉത്തർപ്രദേശിൽ മുസ്ലിം സ്ത്രീകൾ എങ്ങനെ BJP വോട്ടിയാനുള്ള കാരണം എന്താ? അതിന്റെ കാരണം മുത്തലാഖാണ്. 3 പ്രാവശ്യം തലാഖ് ചൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തലാഖിന് അംഗീകാരം കൊടുത്ത് കോൺഗ്രസ് സർക്കാരുകളാണ്. കോൺഗ്രസ്സുകാരൻ പറഞ്ഞ് അവര് ടെലിഫോണിൽ തലാഖിയില്ലാ മതി, ടെലിഫോൺ വിളിച്ചിട്ട് ഉടനെ ഭാര്യ വിളിച്ചിട്ട് ഭർത്താവ് പറയുന്നത് എനിക്കൊരു പുതിയൊരാളെ കിട്ടി, അതിന്റെ പേരിൽ തലാഖ് 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്നു. കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്ന ഒരാൾ, ഇപ്പോഴത്തെ ഒരു മന്ത്രിയുടെ പ്രശ്നം അങ്ങനെ ഉണ്ടല്ലോ. മന്ത്രിയുടെ പ്രശ്നം എന്താ? മന്ത്രിയുടെ ഭാര്യയ്ക്ക് വണ്ണം കൂടി. ആ മന്ത്രിയുടെ ഭാര്യയ്ക്ക് വണ്ണം കൂടിയതിന്റെ പേരിൽ ഉടനെ ഭർത്താവ് പറയും തലാഖ് തലാഖ് തലാഖ്. ഈ സ്ത്രീ ഉപേക്ഷിക്കപ്പെട്ടു. ഇത് കേരളത്തിൽ നടന്ന സംഭവമാണ്. വേറൊരു സ്ത്രീയുടെ പ്രശ്നമുണ്ട്. ആ സ്ത്രീയുടെ പ്രശ്നം എന്താ? ആ സ്ത്രീക്ക് സുഖമില്ലാണ്ട് വന്നു, അസുഖം വന്നു. അസുഖം വന്ന സമയത്ത് ഭർത്താവ് ഉപേക്ഷിക്കുന്നു. ഇത് എവിടത്തെ ന്യായം? അത് കല്യാണം കഴിഞ്ഞിട്ട് അസുഖം വരുന്നുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന അസുഖം, കല്യാണത്തിന് ശേഷം വന്ന അസുഖം. ഒരു സ്ത്രീക്ക് അസുഖം വന്നാൽ അവരെ ഉപേക്ഷിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം അത് പുരുഷനുണ്ടോ? ഇല്ല. പുരുഷന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് സ്ത്രീ, സ്ത്രീയുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് പുരുഷൻ. രണ്ടുപേരും തമ്മിൽ പരസ്പരമായിട്ടുള്ള ബന്ധമുണ്ട്. അങ്ങനെയുള്ള സ്ത്രീ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഉപകരണമല്ല, അത് ഉപകരണമാണെന്നാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രി, നിലവിൽ ഉള്ള മന്ത്രിസഭയിലെ മന്ത്രി, അതേപോലെ തന്നെ മുൻ മന്ത്രിയും ഇവിടെ കേരളത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രാകൃതമാണ്. കോമൺ സിവിൽ കോഡ് പറയുന്നത് ഈ തരത്തിൽ അധികാരമില്ല. സ്ത്രീക്കൊരു സ്ഥാനമുണ്ട് സമൂഹത്തിൽ, ഈ സ്ഥാനം ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ സ്ത്രീയുടെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാ വീടുകളെ സംബന്ധിച്ച്, വീടുകളിൽ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് പല വീടുകളും നിലനിന്ന് പോകുന്നത് ഒരു സ്ത്രീയുടെ കരുത്തുകൊണ്ടാണ്. ആ വീട് സംരക്ഷിക്കുന്ന സ്ത്രീകളാണ്. ഇവർ പറയുന്ന, ഇവരുടെ കോമൺ സിവിൽ കോഡിന് വിരുദ്ധമായിരിക്കുന്ന ആളുകൾ പറയുന്നത്, അവർ പറയുന്നത് സ്ത്രീ പുരുഷന്റെ അടിമയാണ്, ഇങ്ങനെ അടിമയാക്കാൻ പറ്റൂല. യാതെ മുത്തലാഖ് ഒരു നിയമമായിട്ട് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് വന്നതിൻ്റെ പേരിലാണ് നമുക്കറിയാവുന്ന ഉത്തർപ്രദേശിലടക്കം കോൺഗ്രസ് നിലം പരിശാവാനത്തെ കാരണം എന്താ ഉള്ളത്? കോൺഗ്രസ്സുകാരൻ മുത്തലാഖിന്റെ കൂടെയാ. 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞാൽ മൊഴിയെല്ലാനായിട്ടുള്ള അധികാരം കൊടുക്കുകയാണ്. BJP സർക്കാർ പറഞ്ഞു, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞു അത് പറ്റൂല. നരേന്ദ്രമോദി പറഞ്ഞു അത് പറ്റൂല, ഞങ്ങൾ നിയമം കൊണ്ടുവരികയാണ്. മുത്തലാഖ് 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തലാഖ് 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊഴി ചെല്ലൽ നടക്കൂല. ഇങ്ങനെയായിരുന്നിൽ കേരളത്തിൽ പഴയ മന്ത്രിയുടെ ഭാര്യയില്ലേ, ആ ഭാര്യ ഇപ്പോഴും മന്ത്രിയായിരുന്നേനും, ഇപ്പോഴത്തെ മന്ത്രിയുടെ ഭാര്യയായനും എന്നായനും. ഇതൊക്കെ മാറ്റിക്കൊണ്ട് വണ്ണം വച്ചു, അല്ലെങ്കിൽ അസുഖമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യമാരെ ഉപേക്ഷിക്കുന്ന നികൃഷ്ടമായ തന്ത്രങ്ങൾ അനുവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ നേതാവിനും അവർക്ക് കോമൺ സിവിൽ കോഡിന് അംഗീകരിക്കാൻ സാധ്യമല്ല. കോമൺ സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ജാതി നോക്കാതെ കണ്ട്, മതം നോക്കാതെ കണ്ട് എല്ലാവർക്കും ഒരേ നിയമമാണ് ആവശ്യമുള്ളത്. അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും, സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും, സിവിൽ നിയമങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, ഭൂസ്വത്തിന്റെ കാര്യത്തിലാണെങ്കിലും, എല്ലാത്തിലും കോമൺ സിവിൽ കോഡ് ഡോക്ടർ BR അംബേദ്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഉപയുക്തമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് അതിനെ കുറിച്ചുള്ള അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് ഇങ്ങനെ സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.